today's my show, and my mom is getting me ready. It's just exciting day. So my mom will give me makeup. So my mom is getting the makeup ready. ഹലോ, ഞാനപ്പോൾ അതേ ഇവിടെ ബിസി ആയിട്ട് ഇന്ന് ദോശയും സാമ്പാറാണ്. അപ്പോൾ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ഫുൾ മെസ്റ്റപ്പായിട്ട് കിടക്കുകയാണ്. കാരണം ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ദേവനയുടെ ഹെയർ ആണ് ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. കുറേ സാധനങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് സെറ്റിംഗ് ജെല്ലാണിത്. Yeah, this is setting gel. It's so cute, right? Yes. ഇത് ഹെയർ സ്പ്രേ. Yeah, you must spray. You must close your eyes. Be careful. പിന്നെ നമ്മുടെ സാധാരണ സ്ലൈഡും യൂപ്പിനും. Yeah. പിന്നെ ഇത് ഹെയർ ബൺ. Yeah, hair bun. ഹെയർ കളറായിട്ട് മാച്ച് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷെ എൻ്റെ ബ്രൗൺ ഉണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. Yes. പിന്നെ ഇത് വെള്ളമടിക്കുന്ന സ്പ്രേ. It's just not പിന്നെ ഒരു pink. ബ്രഷും, പിന്നെ ഒരു ഷൂ പോളിഷ് ചെയ്യുന്ന ബ്രഷ് പോലത്തെ ഒരു ബ്രഷും, പിന്നെ ഹെയർ ബാൻഡും, പിന്നെ ഹെയർ നെറ്റും വേറൊരു ബാൻഡും കൂടെ വേണം. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. Oh yeah. ഹെയർ വെറ്റ് ആക്കണം. Yeah. My hair with നല്ലോണം വെറ്റാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തിട്ട് it's just a fly. What fly? Really fly. It's really a fly. It's really a fly. It's a fly. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിഡിൽ പാർട്ടീഷനാണ് ചെയ്യേണ്ടത്. Yes. മിഡിൽ പാർട്ടീഷന് വേണ്ടിയിട്ട് മറ്റേ ചെറിയൊരു കോമ്പുണ്ട്. മിഡിൽ പാർട്ടീഷനാണ് ചെയ്യേണ്ടത്. അപ്പം അതിന് തന്നെ ഫസ്റ്റ് കറക്റ്റ് മൂക്കിന്റെ അവിടെ നിന്ന് എടുക്കണം. Up and then go up. The big hair. ലോ ബണ്ണ് ചെയ്യാനാണ് പറയുന്നത്. ലോ ബൺ. അപ്പൊ നമ്മള് വലുതായിട്ട് മുടി പൊക്കണ്ട. How would do low bun? We have to low bun before. Ow! 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 ഒരു ബിഗ് പ്രോസസ്സാണ് ഇത് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമേ അല്ല, ടെൻഷനായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത് ഇന്ന് എനിക്ക് അത്ര ടെൻഷൻ ഇല്ല, കാരണം ഞാനിത് കുറച്ച് നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇത് വൃത്തിയായിട്ട് ഇരിക്കണമല്ലോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ടൈ വെച്ചിട്ട് ഹെയർ ടൈറ്റായിട്ട് ടൈ ചെയ്യാൻ പോവാണ്. അങ്ങനെ തല നേരെ വയ്ക്ക്. And we keep gel. Right, Abba? When you keep gel. Oh, baby, you said I love you. എത്ര ചെയ്താലും ഇത് ശരിയാവില്ല എന്നൊക്കെ തോന്നിപ്പോ എനിക്ക്. തല നേരെ വെച്ചോ. അങ്ങനെ കെട്ടുന്നതിൻ്റെ അവിടെ വന്നിട്ട് ഇച്ചിരി ഒരു ലൂസ് പോലെ തോന്നും. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ നല്ല ടൈറ്റായിട്ട് കെട്ടണം. ബേബി അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒന്ന് തല നേരെ വെച്ച് കണ്ടോ, ചെറിയ ചെരിവുണ്ട്, അതുപോലും വരരുത്. And you must fly. Sorry. Okay, make you up, down, la la la. Up, down, left and right. Left and right, left and right. ഏകദേശം മുടി ഞാൻ കെട്ടിയിട്ടുണ്ട്. ഇനി അതൊന്നും കൂടി ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യണം. തല നിറച്ച് നല്ലോണം തേച്ച് ടൈറ്റ് ആക്കാം. ഇനിയുള്ള പ്രോസസ്സസ് റിയലി ഫണ്ണി. മടിയിൽ വെച്ചോട്ടോ. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹെയർ ബൺ വെച്ചിട്ട് ചെയ്യണ്ട. അപ്പം എനിക്ക് എളുപ്പത്തിൽ എന്ന് വെച്ചാൽ തല ഞാൻ നല്ലോണം കുനിച്ച് എവിടെയെങ്കിലും വെക്കും. എന്നിട്ട് ഇച്ചിരി പൊങ്ങിയെന്ന് അത്രയും കുനിയണ്ട, ഇങ്ങനെ
ഓക്കെ, അപ്പം നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യാനായിട്ട് ഒന്നും കൂടെ വലിച്ചിടുക. പക്ഷെ ഹെയർ സാധാരണ ചെയ്യണ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. നേരെ വെക്കതല്ല, ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെറ്റാണ് വെക്കേണ്ടത്. അപ്പൊ തന്നെ കുറച്ച് നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി വലിച്ച് ഇട്ടാൽ മതി. അപ്പൊ ഹെയർ ഒന്നും ചാടി വരെയില്ല, അവിടെ ഇരുന്നോളും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയാണ് നമ്മൾ ഹെയർ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ബ്രഷ് ബ്രഷ് എടുത്ത് നല്ലോണം ഈരി കൊടുക്കുക. ഇനി അടുത്ത് എന്താന്ന് വെച്ചാൽ ഹെയർ സ്പ്രേ. ക്ലോസ് യുവർ ഐസ്. നല്ലോണം അമർത്തി മതിട്ടാ. അപ്പൊ ഇതാണ് ദേവനയുടെ ഹെയർ സ്റ്റൈല്. ഇനി ഇതാണ് ബാക്ക്. ഇനി ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇതിപ്പോൾ നല്ലോണം ഇരുന്നോളൂ. ഉണങ്ങി കഴിയുമ്പോൾ നല്ലോണം സ്റ്റിക്കായിരുന്നോളൂ. ദേവന നോക്കിയേ, ഹായ് പറഞ്ഞേ. ഹെയർ ഓൾമോസ്റ്റ് ചെയ്ത് ഇനി നമ്മൾ മേക്കപ്പിലേക്ക് കടക്കുവാണ്. ഇതാ ഒരു ബോക്സ് ഫുള്ളുണ്ട്. പേരൊക്കെ എഴുതി ഞങ്ങൾ ഒട്ടിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ആ ബോക്സിൽ അവളുടെ മേക്കപ്പ് സാധനങ്ങളും അങ്ങനെ വലിയ മേക്കപ്പ് ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ ബ്രഷും അതും ഇതൊക്കെ കൊടുത്തു വിടണം. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ അവർ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ പോണത്. അതായത് നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെ നമ്മൾ ഫസ്റ്റ് ഇടാൻ പോണത്? നമ്മൾ മോയ്സ്ചറൈസർ ഇടണം, ഫൗണ്ടേഷൻ ഇടണം. പക്ഷെ അതിന് മുന്നേ ഐ ഷാഡോവും ഐലൈനറും മസ്കാരയൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയാവും അല്ലേ? അപ്പം നമ്മൾ ജസ്റ്റ് ലൈറ്റായിട്ട് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം കണ്ണിൻ്റെ മുകളിൽ. അവിടെ ഇവിടെയൊക്കെ ആവുന്നതൊന്നും നോക്കണ്ട, ജസ്റ്റ് ഇഗ്നോർ ദ ഫ്ലോസ്. ഇനി നമ്മൾ നമ്മുടെ വൈറ്റ് കളർ ബേസ് പോലെ ഇടുന്നതാണ്. ഇനി നമുക്ക് പിങ്ക് ഇടാം. അപ്പോൾ ഫസ്റ്റ് ഇത്, സെക്കൻഡ് ഇത്, തേർഡ് ഈ ഗ്ലിറ്റേഴ്സാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കണ്ണടക്ക്. പിന്നെ കുട്ടി ആയതുകൊണ്ട് ഒട്ടും കോപ്പറേറ്റ് ചെയ്യില്ല. കുറച്ച് പാടാണ് ഇവൾക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട്. കോപ്പറേറ്റ് ചെയ്താലല്ലേ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് എത്രത്തോളം കറക്റ്റായിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് അറിയില്ല. കാരണം ഇതിന് വർക്ക്ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ മേക്കപ്പ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രത്തോളം കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയില്ല. ഇനി അടുത്തത് കണ്ണെടുക്ക്. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഫൈനൽ ഗ്ലിറ്റേഴ്സ് ഇടാൻ പോകുന്നത്. ഇറ്റ്സ് എ വെരി സാറ്റിസ്ഫൈയിങ് തിങ് ആണ് ഗ്ലിറ്റേഴ്സ് ചെയ്യുന്നത്. ഉപ്സ്, കുറച്ച് കൂടിപ്പോയി തോന്നാൻ എടുത്തത്. ഐ വിൽ ക്ലീൻ ഇറ്റ്. ഓക്കെ, ഏകദേശം സെറ്റായി എന്ന് തോന്നുന്നു. ഇനി കണ്ണ് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ക്ലോസ് യുവർ ഐസ്. അതുകൊണ്ടാണ് അവർ ഫൗണ്ടേഷൻ ലാസ്റ്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞത്. ഞാൻ ചെയ്യാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് എൻ്റെ ഫൗണ്ടേഷൻ ഇട്ട് വയ്ക്കുക എൻ്റെ ഫേസിൽ, എന്നിട്ടാണ് ബാക്കി ഇതൊക്കെ ചെയ്യുള്ളൂ. ഓക്കെ, ഇനിയാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് ഫൗണ്ടേഷൻ. അല്ല, അതിന് മുന്നേ ഓക്കെ, ഇനി മസ്കാര ഇടാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് വേറെ കാര്യമായിരുന്നു.
അനങ്ങാണ്ടിരിക്കോ? Okay. ഓക്കെ, അപ്പം നമ്മൾ ഇതാണ് ഇനി അടുത്തത്. ഐലൈനർ ആൻഡ് മസ്കാര. എല്ലാത്തിലും പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ കാണാൻ പറ്റില്ല, ഇത് ഓൾറെഡി ബ്ലാക്ക് കളർ ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. ഞാൻ ഇതിൽ കാണിച്ചു തരാം. യെസ് ദാ. അപ്പോൾ അത് മിസ്സാവാതിരിക്കാനാണ്. അപ്പം ഞാൻ ഐലൈനർ ഇടാം. ഒരു കണ്ണിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇനി അടുത്ത കണ്ണിലുള്ളത് ഞാൻ ഇടാം. കണ്ണ് തുറന്ന പതുക്കെ. വാ, തുറന്നോ? അപ്പോൾ ഇത് നല്ല ഫ്ലോപ്പ് ആയിട്ടുണ്ട്, അടിയിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ നമുക്കത് വൈപ്പ് ചെയ്യാം. ഇത് മറ്റേ വാട്ടർ പ്രൂഫാണ് കണ്ണ് വെക്കാൻ വെച്ചാൽ. അപ്പോൾ ഇത് എത്രത്തോളം വൈപ്പോ? ഭാഗ്യം, വൈപ്പായി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനിയാണ് അടുത്തത് മസ്കാര ഇടൽ. ഇറ്റ്സ് എ റിയലി ഹാർഡ് ടാസ്ക്. കാരണം കൊച്ചുങ്ങളവൾക്ക് ഇപ്പോൾ 5 years ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഇത്രയും ചെറിയ കുട്ടീനെ നമ്മൾ മസ്കാരയൊക്കെ ഇട്ട് വിടുമ്പോൾ അതൊട്ടും പ്രാക്ടീസ് ഇല്ലാത്ത ഒരാളെന്ന് പറയുമ്പോൾ റിയലി ഹാർഡാണ്. പക്ഷെ നമ്മൾ പേരിട്ട് കൊടുത്തോളൂ, അവർ പറഞ്ഞുകൊണ്ട് ഇടുന്നുള്ളൂ. ഓക്കെ, അടുത്തത് നമ്മുടെ ഫൗണ്ടേഷനാണ്. ഇതിലും പറഞ്ഞല്ലോ പേര് എഴുതിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ മേബലൈൻ്റെ സൂപ്പർ സ്റ്റേ സ്കിൻ ടിൻ്റാണിത്. സാധാരണ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന പോലെയല്ല. അതുകൊണ്ടേക്ക് നമ്മളിത് ഓരോ ഡ്രോപ്പ് ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കും. ഡ്രോപ്പായിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ളത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. അവളുടെ സ്കിൻ ടോൺ തന്നെ കറക്റ്റ് അവൾക്ക് വേണ്ടി തന്നെ വാങ്ങിച്ചാണ്. അതുകൊണ്ടേക്ക് പിന്നെ കൺസീലർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഇത് പോരാന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് കുറച്ചും കൂടി ഇടാനുണ്ട്. നേരേക്ക് ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് ബ്ലഷ് ബ്രഷ് എടുത്തിട്ട് ഇടാൻ പോകുന്നത്. ഞാനാ എന്താണ് കേറ്റി പറഞ്ഞേക്കുന്നത്? ബ്ലഷ് ഇടാൻ നേരത്തിട്ട് സ്മൈൽ. ചുണ്ടടച്ച് വയ്ക്ക്, എന്നിട്ട് സ്മൈലേ ഇങ്ങോട്ട് നോക്കി. സ്മൈൽ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. സ്മൈൽ. ശരിക്കും പറഞ്ഞാൽ ദേവനാന ഇത് ചെയ്യുമ്പോൾ എൻ്റെ ക്ഷമ ശരിക്കും കെട്ടു പോകുന്നുണ്ട് നല്ലോണം. ഞാൻ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ദേവനാന റെഡിയാക്കിയിട്ട് വേണം എനിക്ക് റെഡി ആവാൻ. ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് ഏട്ടൻ പുറത്തുനിന്ന് വാങ്ങിച്ചു തരും. അതാണ് ഇന്ന് ഒരു ഹാപ്പിനെസ്. ഇനി അടുത്തതാണ് നമ്മുടെ മെയിൻ. ഞാൻ കീറി കളഞ്ഞപ്പോൾ വൃത്തികേടായിപ്പോയി. ഇതിലും പേരുണ്ട്. ലിപ്സ്റ്റിക് ഇടാൻ പോവാണ്. ഇത് മേബ്ലൈൻ തന്നെയാണ്, അവർ സജസ്റ്റ് ചെയ്തതാണ്. കൈ വരയ്ക്കുന്നുണ്ട്. വാവ്, നല്ല റെഡ് കളറാണ്. റിയലി ഹാർഡ് ഫോർ മീ ടു അപ്ലൈ. Okay. Oh no. O-A-E-A. അനങ്ങാണ്ടിരിക്കേ. Amma, why my lips are shiny? Because ഞാൻ ലിപ്സ്റ്റിക് അനങ്ങരുതേ. ഇനി കൈ വിറക്കുന്നുണ്ട്. എനിക്കറിയില്ല, ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ സമ്മതിക്കണം. പിന്നെ അവർ പ്രാക്ടീസ്ഡാണ്, നമ്മളെപ്പോലെ അല്ല. അനങ്ങാണ്ട് കേട്ടോ. ബേബി അവിടെ നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഏകദേശം പോകാനുള്ള ടൈമായി. എനിക്ക് റെഡിയായി പോകാനുള്ള ടൈമേ ഉള്ളൂ. ഈ ലിപ്സ്റ്റിക് ഇസ് റിയലി ഹാർഡ്. തല നേരെ വെച്ചേ. അത് നമുക്ക് കളഞ്ഞുതരാം. ഓപ്പൺ ചെയ്യാൻ വായടിച്ച ചുണ്ട് വെച്ച് അടച്ചേ.
അടക്ക്. അങ്ങനെയല്ല. ഓപ്പൺ യുവർ മൗത്ത്. നേരെ പിടിക്ക്. വായ അടക്കിനി. അടക്ക്. ചുണ്ട് മര്യാദക്ക് വെച്ചിട്ട് അടക്ക്. അപ്പം പല്ലിലുള്ള ഈ 5 പല്ലുള്ള പോയി നോക്കട്ടെ. അടച്ചോ, പല്ലടച്ചോ. അപ്പം ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഇതെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തുണ്ടെങ്കിലും അവർ നോക്കിക്കോളും. അത്ര വറി ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മൾ. എന്നാലും നമ്മൾ ഉരുക്കിയെടുത്ത് ശരിയാകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇവിടെ ആയിട്ടില്ല. ഞാനെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് മേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എൻ്റെ കൈ ഗോഡ്, ഇത് എത്രത്തോളം ഫണ്ണി ആയിട്ടാണ് ഞാൻ ഒരുക്കിയത് എനിക്കറിയില്ല. എനിക്ക് പ്രാക്ടീസ് ഇല്ല എന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും മുടിയൊക്കെ കുറച്ച് പോന്നിട്ടുണ്ട്. മേക്കപ്പൊക്കെ കഴിഞ്ഞ് ചിരിച്ച് കാണിച്ചു കൊടുത്തേ. ചിരിക്കൂല. അപ്പോൾ ഇതേനെ ഇങ്ങനെ തന്നെയാണ് ഇന്ന് പെർഫോം ചെയ്യാൻ പോണത്. അപ്പോൾ ഇപ്പം നമ്മൾ ഷോ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രസ്സ് ഉണ്ട്, അതാ ഇടാൻ പോകുന്നത്. ഡാൻസിൻ്റെ ഡ്രസ്സ് ഇത് അവർ അവിടെ ചെന്നിട്ട് ഇട്ട് തരും. പിന്നെ കറക്ഷൻസൊക്കെ അവർ തന്നെ ചെയ്തോളും. അപ്പോൾ എന്നാൽ ഡ്രസ്സ് ഇടിച്ചിട്ട് ഞങ്ങൾ വരാം. അപ്പോൾ ദേവനേന ഇതാണ് ഷോ ഡ്രസ്സ്. പക്ഷെ നമ്മൾ ഇതിട്ടല്ല ഇടാൻ പോകുന്നത്. ഇതിൻ്റെ മുകളിൽ വേറൊരു സാധനം ഇടും, 1Cs. അതാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടി ഇട്ടിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് 1Cs. അപ്പോൾ നമ്മൾ ഇടാൻ പോവാണ്. I don't like diapers. ഫസ്റ്റ് കാലിട്. I thought it was not 1Cs. ഇതാണ് 1Cs. What is 1As? Oh, I said Asta. What I said Asta. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതെന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഡ്രസ്സിലൊന്നും അഴുക്കാവാണ്ടിരിക്കണം. മുടി ഇടണ്ട, മുടി ചീത്ത. അപ്പോൾ ഇതാണ്. നേരെ നിൽക്ക്. കുറച്ച് വലുതാണ് കാരണം ഇവിടെ ഇച്ചിരി ഭാഗം ലൂസായിട്ട് എടുക്കും. ബട്ട് കുഴപ്പമില്ല. നേരെ നോക്കിയേ, പേരുണ്ടല്ലോ, കണ്ടോ? ഇവരെല്ലാത്തിലും പേരുണ്ട്. അപ്പം മിസ്സാവാനുള്ള ചാൻസ് കുറവാണ്. ഇതേനെ റെഡി. കറങ്ങ്. എനിക്കപ്പോൾ റെഡി ആവാനൊന്നും സമയം കിട്ടിയില്ല. ഇനി ദേവനെ ഞങ്ങൾ കൊണ്ടുപോകാണ്ട്. ഇപ്പം ടൈമായി. ദേവണ്ണ കമാ പ്രാർത്ഥിക്ക്. ദൈവത്തിൻ്റെ അടുത്ത് പറയുന്നു ദേവനയുടെ ഡാൻസ് ആണെന്ന്. Devna, are you ready? Are you excited? Yes. Okay, അപ്പം നമുക്ക് ക്യാമറയിലേക്ക് നിൽക്കുക എന്നാലേ. Are you excited? Yes. എത്ര എക്സൈറ്റ്മെന്റ് ഉണ്ട്? 100. Wow. അപ്പം ദേവനയുടെ ഡ്രസ്സും മേക്കപ്പ് ബോക്സ് കുറേ സാധനങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റിൽ പേര് എഴുതി കൊടുത്തിട്ട് നമ്മൾ ദേവനയുടെ റിഹേഴ്സലാണ്. പക്ഷെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വരാനാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ദേവനാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു വരും. കറിക്കോ ക്യൂട്ടി. ബേബി ഉള്ളതുകൊണ്ട് ഞാനും ബേബിയും ബാക്കിലിരിക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ എത്തി. ഭയങ്കര ഒരു ടെൻഷനുണ്ട്. കറക്റ്റായിട്ട് തന്നെയാണോ കൊണ്ടുവന്നേക്കണേന്ന്. അപ്പോൾ ദേവ്ന അവിടെ നിന്നോട്ടോ. അപ്പം അമ്മയച്ചനും വരാം. കൊച്ചുങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ്. ഡ്രസ്സൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. സോ ബ്യൂട്ടിഫുൾ. ദേവനെ ഞങ്ങൾ ആക്കിയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന ചേച്ചി. എനിക്ക് 1:45 ആകുമ്പോൾ പിക്ക് ചെയ്താൽ മതി.